എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ചെറിയ നോൻപ് കാലത്തിലൂടെയാണ് പോകുന്നത് അല്ലേ? ക്രിസ്മസിന് ഒരുക്കമായിട്ട്. പശ്ചാത്താപത്തിൻ്റെ ഒരു ദിവസമാണ്, പ്രായശ്ചിത്തത്തിൻ്റെ കാലമാണ്, സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. അത് മറക്കരുതേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഇപ്പം കർത്താവിൻ്റെ വെളിപാടുകളെ അനുഗ്രഹത്തെ അനുതാപമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യേശയ്യാ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അതിന്റെ മുകളിലുള്ളതാണ് 1:18 വായിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അപ്പൊ അനുതപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും, ഐശ്വര്യം പ്രാപിക്കും. അപ്പൊ ബൈബിളില് അനുതാപത്തിനെയും അനുഗ്രഹത്തിനെയും കൂടി കൂട്ടി കെട്ടിയിരിക്കുകയും, അനുതാപമാവുന്ന കുതിര വലിച്ചോണ്ട് വരണ ഒരു ചരക്കാണ് അനുഗ്രഹം എന്ന് വേണേ രസമായിട്ട് പറയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുതാപം വലിച്ചോണ്ട് വരണതല്ല. കാര്യം അനുതാപം പോലും ദൈവമാണ് തരേണ്ടത്. അനുതാപം നമുക്ക് അനുഗ്രഹം നൽകുന്നു, പക്ഷെ അനുതാപം ആര് തരും? ദൈവം തരണം. അതാണ് പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട്. അനുതാപം ദൈവം നൽകുന്നു. വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. അവിടെ പുസ്തകം 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ അവിടെ അനുതാപം നൽകുന്ന ആരാണ്? ദൈവമാണ്. അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയണത് അപ്പൊ അനുഗ്രഹം അനുതാപത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാലും ഈ അനുതാപം എവിടുന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ഇത് പറയുമ്പോൾ ഇതെന്താ പ്രത്യേകിച്ചിരിക്കണം തോന്നും. ഇതെല്ലാം അറിയാവുന്നതല്ലേ എന്ന്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണിത്. കാര്യം എന്താണ്? ചെറിയ അണ്ണന്മാർക്ക് ഒരു അനുതാപം തോന്നത്തില്ല. ഒരു അനുതാപം തോന്നത്തില്ല ചെറുക്ക്. എന്തെല്ലാമൊക്കെ അവര് ദൈവത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും അപ്പൊ അവർക്ക് അനുതാപം തോന്നത്തില്ല. ചെറുക്ക് ചില്ലറ കാര്യങ്ങൾ തന്നെ തെറ്റിപ്പോയാൽ ഭയങ്കര അനുതാപം തോന്നും. എന്താ കാര്യം? അനുതാപം ദൈവം തരണ കൊണ്ടാണ്. അനുതാപം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ? നമുക്ക് അനുതാപം കിട്ടാത്ത കൊണ്ടാ, ദൈവം തരാത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് ഈ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ എന്ന് അങ്ങയുടെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ ദാവീദ് അനുതാപത്തിന്റെ സങ്കീർത്തനം പാടുന്നത് അങ്ങനെയാണ്. കാര്യം എന്താണ്? എല്ലാം ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്നാണെന്ന്. തിരുസന്നിധി നിർത്തേണ്ട ദൈവമാണ്, തള്ളിക്കളയാതിരിക്കേണ്ടത് ദൈവമാണ്, എല്ലാം ദൈവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിലെ എല്ലാത്തിൻ്റെയും സോഴ്സ്, എല്ലാത്തിൻ്റെയും താക്കോല് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് അനുതാപം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി കർത്താവേ എനിക്ക് അനുതാപം തോന്നുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ. അനുതാപത്തിലേക്ക് നയിക്കണ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ലളിതമാകുകയും തരളിതമാകുകയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. ഈ കാഠിന്യം കുറഞ്ഞ ഹൃദയങ്ങളിലാണ് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടുക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ ഇടപെടാൻ പറ്റുന്നതും. അപ്പൊ എപ്പോഴും ഒരു മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് അയത്ന ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു ഹൃദയമായ ഒരു വ്യക്തിയായി മാറണം. പ്രാർത്ഥിക്കാൻ, കർത്താവേ അങ്ങക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയായി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അപ്പുറത്തേക്ക് അങ്ങയുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ വലിയ ഭാരം ഒന്നും കൂടാതെ ലളിതമായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും, കഠിനമാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ഒരുക്കപ്പെട്ട ഹൃദയം. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ? ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? ഒരുക്കമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. സങ്കീർത്തനം 119:32
ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഇത് നിസ്സാരമല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് തന്നെ ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രമാണങ്ങളുടെ പാതയിൽ ചരിക്കുമെന്നല്ല പറയണത്, അങ്ങയുടെ വചനത്തിന്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോട് ചരിക്കും. എപ്പോഴാണ്? അങ്ങയെ ഉൾക്കൊള്ളാനും അങ്ങയുടെ വചനം സ്വീകരിക്കാനും വചനം അനുസരിക്കാനും അങ്ങയുടെ വചനത്തിന്റെ വഴികളിലൂടെ ജീവിതം നയിക്കപ്പെടാനും എനിക്ക് ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകുന്നതാണ് ഉത്സാഹത്തോടെ ചരിക്കാൻ സഹായിക്കുന്നത്. അപ്പം ഒരുക്കമുള്ള ഹൃദയം ആര് തരണം? ദൈവം തരണം. ഇപ്പം ദൈവാനുഗ്രഹം കുറയുന്നുണ്ടോ, പ്രാർത്ഥന കുറയുന്നുണ്ടോ, പശ്ചാത്താപം കുറയുന്നുണ്ടോ, അനുതാപം കുറയുന്നുണ്ടോ എങ്കിൽ ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി ഈ നോൻപ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.